സങ്കീർത്തനം 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എന്നിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. സ്തോത്രം. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ് ഈ രാത്രി വായിച്ച് കേട്ടത്. സ്തോത്രം. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഞാൻ വളരെ ക്ഷമയോടെ ദൈവത്തിനു വേണ്ടി കാത്തിരുന്നു. സ്തോത്രം. ദൈവത്തിനു വേണ്ടി വളരെ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. വളരെ ക്ഷമയോടെ, സ്തോത്രം, ദീർഘക്ഷമയോടെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്തോത്രം, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഈ കാത്തിരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം, ഒരു വ്യക്തി നമ്മളോടൊരു വാക്ക് പറഞ്ഞു കഴിയുമ്പോഴാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാത്തിരിപ്പിന്റെ പുറകിൽ എപ്പോഴും ഒരു വാക്തത്വം ഉണ്ടായിരിക്കും. വാക്തത്വമാണ് നമ്മെ കാത്തിരിക്കുവാൻ നിർബന്ധിക്കുന്നത്, കാത്തിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. സ്തോത്രം. ജീവിതത്തിന്റെ വഴികളിൽ ദൈവത്തിന്റെ വാക്തത്വ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ഒത്തിരി ദൈവത്തിന്റെ ഭക്തന്മാരെ നമുക്ക് തിരുവചനത്തിലുടനീളം കാണാൻ കഴിയും. വാക്തത്വങ്ങളുടെ പുറകെ, വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് യാത്ര ചെയ്ത ആളുകൾ. അബ്രാഹാമിനെ കുറിച്ച് നമുക്ക് വളരെ പരിചിതമായ വ്യക്തിയാണ്. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. നമുക്ക് ഈ വിശ്വാസത്തിന് കാരണഭൂതനായവൻ, അല്ലെങ്കിൽ ഈ വിശ്വാസം നമുക്ക് ലഭിക്കാൻ വാസ്തവത്തിൽ കാരണമായത് അബ്രാഹാമാണ് എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രാഹാമിന്റെ വിശ്വാസമാണ് ജാതികളായ നമ്മളെ കൂടി ഈ വിശ്വാസത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ കാരണമായത്. അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദത്തം, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന തിരുവചനത്തിന്റെ നിവർത്തി നമ്മളെ ഓരോരുത്തരെയും കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ദൈവം അത് നിവർത്തിക്കുകയാണ്. അപ്പൊ ഈ ലോകത്തിലെ സകല ജാതികളും കർത്താവിങ്കിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അങ്ങനെ ചില ദൗത്യങ്ങൾ ഏറ്റെടുത്ത് സുവിശേഷ വേലയിലായിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവിടെ നിന്ന് ഒരു വ്യക്തിയെങ്കിലും കർത്താവിങ്കിലേക്ക് നയിക്കപ്പെടേണ്ടതിനു വേണ്ടി സുവിശേഷ പ്രേരണയാൽ മുന്നോട്ട് ചലിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ഈ ജാതികളെല്ലാം വേർതിരിഞ്ഞത് നോഹയുടെ തലമുറകളിൽ നിന്ന് തന്നെയാണ്. ദൈവത്തിന്റെ ന്യായവിധി അനുഭവിച്ച് അതിലൂടെ കടന്നുപോയി പാപം ചെയ്ത ഓരോ ജനവും ശിക്ഷിക്കപ്പെട്ട് ന്യായവിധിക്ക് കാരണമായി ന്യായവിധിയിൽ വിധേയപ്പെട്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ നോഹയും തൻ്റെ ഭാര്യയും തൻ്റെ 3 മക്കളും അവരുടെ 3 ഭാര്യമാരും, ഇങ്ങനെ കേവലം 8 പേരിൽ തുടങ്ങുന്ന ഒരു ചരിത്രമാണ് നമുക്ക് ഈ ഭൂലോകത്തിലുള്ളത്. പക്ഷേ ഈ നോഹയുടെ മക്കൾ 8 പേരും പുതിയ നിയമ കാഴ്ചപ്പാടനുസരിച്ച് ഇവരെല്ലാവരും സ്നാനപ്പെട്ടവരാണ്. സ്തോത്രം. നോഹയുടെ പെട്ടകത്തിൽ പ്രവേശിച്ചതിലൂടെ സ്നാനത്തിന് മുൻകുറിയായി അവർ നോഹയുടെ പെട്ടകത്തകത്ത് കയറി സ്നാനത്തിന്റെ മുൻകുറിയായി അവർ കടന്നുപോയി. അപ്പോൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവത്തിന്റെ മക്കളായിരുന്ന ഈ 8 പേരിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന വലിയൊരു ജാതി രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിലൊത്തിരി പേർ കർത്താവിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ദൈവമക്കളെ പീഡിപ്പിക്കുന്നവരുണ്ട്. ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക മാത്രമല്ല, ദൈവമക്കളെ പീഡിപ്പിക്കുന്ന, നമുക്കിപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്കറിയാം, ഇവരെല്ലാം ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട ജാതിയാണ്. ഇവർ വ്യത്യസ്തരായി പല ദേശങ്ങളിൽ പാർത്ത് അവരുടെ പിന്നീട് വന്ന ജനറേഷനിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് ഇങ്ങനെയുള്ള ജാതികൾ. സ്തോത്രം. അപ്പോൾ ഒരു അപ്പന്റെ മക്കളായിരുന്ന അവരിൽ നിന്ന് വ്യത്യസ്തമായ ജാതികൾ, വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത ശീലങ്ങളുള്ളവർ, അവൻ പല വിധത്തിലുള്ള കഠിനമായി പ്രവർത്തിക്കുന്നവരൊക്കെ ഈ തലമുറയിൽ നിന്നുണ്ടായി വന്നു.
അപ്പോൾ ദൈവം എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ അവസരങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം. നോഹയുടെ മക്കൾക്ക് ദൈവം സുവിശേഷത്തെ കൊടുക്കാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുവാനുള്ള അവസരത്തെ കൊടുക്കാഞ്ഞിട്ടല്ല. പക്ഷെ ഈ തലമുറയിൽ നിന്ന് തന്നെ ആമേൻ ദൈവത്തിനെതിരെ നിൽക്കുന്ന ജാതികൾ രൂപപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പൻ, അതായത് നോഹയുടെ മൂന്ന് മക്കളിൽ നിന്നുണ്ടായി വന്ന പുതിയ ജനറേഷനുകൾ, ഇവരൊക്കെ ഈ ഗ്രാൻഡ് ഫാദർ പറഞ്ഞതിനെ അനുസരിക്കാതെ, അല്ലെങ്കിൽ ഇവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട ദൈവവചനം അനുസരിച്ച് നടക്കണമെന്നുള്ള ദൈവിക പ്രമാണങ്ങളെ വിട്ടുകൊണ്ട് മുന്നോട്ട് ചലിച്ച് അപ്പൊ ഒരു പ്രമാണത്തിൽ തെറ്റി ഒരു തലമുറ മുന്നോട്ട് പോയാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് തോന്നുമ്പോൾ അതിന് 2, 3, 4 ജനറേഷൻ കഴിയുമ്പോഴത്തേക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന വലിയൊരു ഗ്രൂപ്പായി ഇവർ മാറ്റപ്പെടും എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോഹയുടെ 3 മക്കളിൽ നിന്നും രൂപപ്പെട്ടിരിക്കുന്ന അതികഠിനമായ ഘോരന്മാരായ ജാതികൾ, വിവിധ വംശങ്ങൾ ഈ ലോകത്തുണ്ട്. വംശങ്ങളോട്, ജാതികളോട് എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, ഇവരെല്ലാം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരപ്പന്റെ മക്കളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ അബ്രാഹാമിന്റെ വിശ്വാസം ജാതികൾക്ക് വരേണ്ടതിന്, അബ്രാഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്, അവൻ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം ദൈവം നമുക്ക് നൽകി തന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുക. അപ്പൊ കാത്തിരിപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. എന്താണ് കാത്തിരിക്കുക? കാത്തിരിക്കണമെങ്കിൽ നമുക്കൊരു വാഗ്ദത്തം ഉണ്ടായിരിക്കണം, ഒരു പ്രോമിസ് നമുക്ക് ലഭിച്ചിരിക്കണം. സ്തോത്രം. അങ്ങനെ അല്ലാത്തവർ നമ്മളെ ആരും കാത്തിരിക്കത്തില്ല. ഇപ്പൊ നാളെ ഇവിടെ പ്രൈം മിനിസ്റ്റർ വരികയാണെന്ന് കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ചെന്ന് കാണാൻ സാധിക്കും. അല്ല, വഴിയിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെ? വഴിയിലൊക്കെ നിന്ന് നമുക്കൊന്ന് ടാറ്റോയ്ക്ക് കൊടുത്തു വിടാൻ പറ്റൂ. അത്ര നല്ല രീതിയിലൊന്ന് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ദൂരെ നിന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കാണണമെങ്കിൽ പോലും അദ്ദേഹം മുൻകൂട്ടി നമുക്കൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ടാവും, നമ്മൾ ഇന്ന ദേശത്ത് അദ്ദേഹം വരുന്നു. ഇപ്പോ ചില നാളുകൾക്ക് മുമ്പ് തൃശ്ശൂര് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നു, എറണാകുളത്ത് പ്രൈം മിനിസ്റ്റർ വന്നു. അപ്പോൾ മുൻകൂട്ടി അദ്ദേഹം പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തു, ഇന്ന സമയത്ത് ഇന്ന ദേശത്ത് ഞാൻ എത്തും. അപ്പൊ ഇതൊരു പ്രോമിസാണ്, ഇതൊരു വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം കേട്ടുകൊണ്ട് ഒത്തിരി ആളുകൾ പ്രൈം മിനിസ്റ്ററെ കാണാൻ വേണ്ടി, പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്നു. അദ്ദേഹം നടത്തുന്ന സമ്മേളനത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു. അപ്പോൾ കാത്തിരിപ്പിന്റെ പുറകിൽ വാഗ്ദത്തമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒരു വാക്ക് നൽകാതെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ നാളെ ഇന്ന സമയത്ത് വരും, 10 മണിക്ക് വരും. അപ്പൊ 10 മണിക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, 10:30 ആവുന്നു, 12 മണി 1 മണിയൊക്കെ ആയാലും നിങ്ങൾ എൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് അല്പം താമസിച്ചാലും എത്തുമെന്ന് വിശ്വസിച്ചിട്ട് കാത്തിരിക്കുന്നു. അപ്പൊ ഈ വാക്കുകൾ ഉള്ളതുകൊണ്ട്, ഈ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട്, ദാവീദ് എന്തുകൊണ്ട് ദൈവത്തിനു വേണ്ടി കാത്തിരുന്നു? ദൈവത്തിനു വേണ്ടി കാത്തിരിക്കാനുള്ള കാരണം, ദൈവം അവന് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? ഇസ്രയേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഇതൊരു വാഗ്ദത്തങ്ങളുടെ ഉടമ്പടിയായിരുന്നു. ഒരിക്കലും അവൻ അപ്പോൾ തന്നെ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോകുകയല്ലായിരുന്നു. ദാവീദ് ഈ വാഗ്ദത്തം കേട്ടിട്ട് പിറ്റേ ദിവസവും ആടിനെ മേയ്ക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. അവന്റെ അപ്പനും സഹോദരന്മാർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നമ്മൾ പലപ്പോഴും ഈ പ്രവചനങ്ങൾ കേൾക്കാറുണ്ടല്ലേ? പ്രവചനങ്ങൾ കേൾക്കുന്ന നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നും, ഭയങ്കര അത്ഭുതം തോന്നും. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. സ്തോത്രം. അപ്പൊ നമ്മൾ പിറ്റേ ദിവസവും ഈ വാഗ്ദത്തങ്ങളൊക്കെ കേട്ടിട്ട് സാധാരണ രീതിയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര വിഷമമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എന്നോടൊക്കെ
പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകും, വീട്ടിലിരിക്കാൻ സമയമില്ലാതെ ശുശ്രൂഷയിലാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ ദാവീദും കേട്ടു. ദാവീദിനോടുള്ള വാഗ്ദത്തം എന്താണ്? ഞാൻ നിന്നെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു, രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം, ആമേൻ. ശമൂവേൽ പ്രവാചകനിലൂടെ ദാവീദിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി, ഞാൻ നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴും അവിടെ ഒരു രാജാവുണ്ട്. അവിടെ ശൗൽ എന്ന പ്രബലനായ, ശക്തിയുള്ള, കായികമായും ഒക്കെ ശേഷിയുള്ള വലിയൊരു മനുഷ്യൻ അപ്പോഴും രാജാവായി അവിടെ തുടരുകയാണ്. ദാവീദിന്റെ മേൽ അഭിഷേക തൈലം വീണതിന് ശേഷവും ദീർഘകാലഘട്ടം ശൗൽ രാജാവായി തുടരുകയാണ്. സ്തോത്രം. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിഷമം തോന്നിയേക്കാം. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദീർഘനാളിന്റെ കാത്തിരിപ്പ് ദൈവം അനുവദിച്ചു? സ്തോത്രം. ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ദാവീദ് സിംഹാസനത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കാൻ കുറെ താമസം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു കുട്ടിക്കളിയായിട്ട് ദാവീദിന് തോന്നിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ രാജാവാകും എന്നൊക്കെ പറയുമ്പോഴും ഈ രാജാവാകുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരു ഭാരമുണ്ട്, ഒരു ഉത്സാഹമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നാലേ ദൈവം വാക്തത്വങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കണമേ, ദാവീദിനോട് രാജാവാകും എന്ന് പറഞ്ഞെങ്കിലും ദാവീദ് രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. തന്റെ മുമ്പിൽ ശൗൽ നിൽക്കുമ്പോൾ ഈ ശൗലിനെ മാറ്റുവാൻ വേണ്ടി ദാവീദ് ആവശ്യപ്പെടുന്നില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ ആക്കിയിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ എത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവം മറ്റൊരു വ്യക്തിയെ നീക്കാൻ തുടങ്ങുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ റിലേ മത്സരങ്ങൾ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. റിലേ മത്സരങ്ങൾ, ഇപ്പൊ 4x100. അപ്പൊ 400 മീറ്റർ മത്സരത്തിൽ 4 പേര് ഓടുന്നു. 100 മീറ്റർ വെച്ചിട്ട് 4 പേർ മാറി മാറി ഓടുകയാണ്. ഈ ഓട്ടങ്ങളെ സമന്വയിപ്പിക്കാൻ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബാറ്റൺ വഴിയാണ്. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി ഒരു ബാറ്റൺ കൈപിടിച്ചുകൊണ്ട് 100 മീറ്ററോളം ഓടി രണ്ടാമത്തെ വ്യക്തിക്ക് ബാറ്റൺ കൈമാറുന്നു. അപ്പൊ ബാറ്റൺ കൈമാറുന്ന ആ രംഗം നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാകും. ഈ 100 മീറ്ററിന് അടുത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 90ാമത്തെ മീറ്റർ തൊട്ട് ഈ രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ വ്യക്തിയുടെ കൂടെ ഓടാൻ തുടങ്ങും. 90ാമത്തെ മീറ്റർ തൊട്ട് ആ രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ ബാറ്റൺ കൈപിടിച്ചിരിക്കുന്ന വ്യക്തിയുടെ കൂടെ ഓടിത്തുടങ്ങി. അവൻ 100 മീറ്റർ ആകുമ്പോഴത്തേക്കും ബാറ്റൺ കൈമാറി അല്പം സമയം കൂടി ഈ ഓട്ടം ഒരുമിച്ച് ഏകദേശം ഓടിക്കൊണ്ട് ബാറ്റൺ കൈമാറി ഇവർ മുന്നോട്ട് പോവുകയാണ്. സ്തോത്രം. അപ്പോൾ ബാറ്റൺ കൈമാറണമെങ്കിൽ അടുത്തതായി ഓടേണ്ട വ്യക്തി ഓടാൻ റെഡിയായിട്ട് വരണം, അല്ലെങ്കിൽ ബാറ്റൺ കൈമാറാൻ പറ്റത്തില്ല. അപ്പൊ ദാവീദിന്റെ മേൽ ദൈവിക വാഗ്ദത്തമുണ്ടെങ്കിലും രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ശൗലിന്റെ കയ്യിൽ നിന്നും ബാറ്റൺ കൈമാറി പിടിക്കാൻ ദാവീദ് തയ്യാറാകത്തോടത്തോളം കാലം ദൈവത്തിന് ശൗലിന്റെ മേൽ ഇടപെടാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്കും ഉടമ്പടികളിലേക്കും ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ ഒരുങ്ങാത്തത് കൊണ്ടാണ്, നമ്മൾ വാഗ്ദത്തങ്ങളിലേക്ക് എഴുന്നേൽക്കാത്തത് കൊണ്ടാണ്, ചില ദൈവിക ദൗത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എഴുന്നേൽക്കാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഇപ്പൊ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി നമ്മൾ ദീർഘവർഷങ്ങളായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഉണർവിനെ കുറിച്ചുള്ള ഭാരം ഇങ്ങനെ എൻ്റെ ഉള്ളിലും വളരെ നന്നായി വരുമായിരുന്നു. അപ്പൊ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞങ്ങൾ സുവിശേഷം പറയും. സുവിശേഷം പറയുമ്പോൾ പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യ ക്രിസ്തീയ രാജ്യമായി മാറും, ക്രൈസ്തവ രാജ്യമായി മാറും എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. കാരണം അന്നോട്ടുള്ള വാക്തത്വങ്ങളൊക്കെ അങ്ങനെ ഞാൻ കേൾക്കുമായിരുന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ, പ്രവാചകന്മാർ പലരും അങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-25 വർഷം പുറകിലുള്ള കഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അന്ന് തൊട്ടേ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ക്രിസ്തീയ രാജ്യമായി മാറും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ
അവൻ ഒരു ഹിന്ദുവായ ഒരു വ്യക്തിയാണ്. അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവൻ വേറൊരു ക്ലാസ്സിലെ ആളാണ്. അവൻ എന്നോട് പറഞ്ഞു അവനൊരു റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചിട്ട് സുവിശേഷം കേൾക്കാനുള്ള താല്പര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞ് അവൻ എന്നോട് ചോദിച്ചു, ചില ദേവന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വിശ്വാസം ഇങ്ങനെ ദൃഢതയോടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒടുവിൽ അവൻ പറയുകയാണ്, അവനൊരു ഹിന്ദുവായിട്ട് വ്യക്തിയാണ്. അവൻ ABPയുടെ നമുക്കറിയാലോ, ഈ അതിതീവ്രമായ ഹിന്ദു നിലപാടുള്ള ഒരു സംഘടനയുടെ ഭാരവാഹിയൊക്കെയായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ ചോദിച്ച്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അകത്തുള്ള തീവ്രതയിൽ നിന്ന് നമ്മൾ പറയുകയാണ് ഇന്ത്യ ക്രിസ്തീയ രാജ്യമായി മാറും. ഈ ഒരു ശ്രുതി നമ്മളൊരു 10-25 വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി വളരെ ശക്തമായിട്ട് മറ്റുള്ളവർ എഴുന്നേൽക്കാൻ തുടങ്ങിയത്. ഇത് ദൈവം പറഞ്ഞിട്ടാണോ ആളുകൾ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ദൈവമക്കളുടെ വായിൽ നിന്നും പെന്തക്കോസുകാരുടെ വായിൽ നിന്നും ഇന്ത്യ ക്രിസ്തീയ രാജ്യമായി മാറും എന്നുള്ളൊരു വാർത്ത ഈ ഇന്ത്യയിൽ പ്രചരിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് വളരെ കഠിനമായി ഇന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ഇന്ത്യയുടെ സാഹചര്യം വഷളായിപ്പോയി. ഒരുപക്ഷെ അത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവം ഒരിക്കലും ഈ ഐഹിക രാജ്യം പണിയുന്ന വ്യവസ്ഥിതിയിലല്ല നിൽക്കുന്നത്. ഇന്ത്യ ഒരു ദൈവം ഒരു രാജ്യത്തെ ക്രൈസ്തവ രാജ്യമാക്കാനോ ഇങ്ങനെയുള്ള നിലപാടുകളിലൊന്നും ദൈവം മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ 24 വർഷങ്ങൾ പിന്നിട്ടിട്ടും അന്നൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ ഇങ്ങനെയായിരുന്നു. 7 വർഷങ്ങൾക്കുള്ളിൽ 2007 ഇന്ത്യ ക്രൈസ്തവ രാജ്യമായി മാറും എന്നൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവചനങ്ങൾ ഒത്തിരി പേര് പ്രവചിച്ചു പോയി. ഇപ്പോൾ 24 വർഷങ്ങൾ പിന്നിട്ടിട്ടെങ്കിലും ഇതൊന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശബലിനെ മറികടന്നുകൊണ്ട് ദാവീദ് രാജാവാക്കും എന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദാവീദൊന്ന് മുറുകെ പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദാവീദ് ഇത് മുറുകെ പിടിക്കാൻ ദീർഘവർഷങ്ങൾ താമസിച്ചു. ഹല്ലേലൂയ. അവൻ എപ്പോഴും ഒഴിവ് കഴിവുകളിലൂടെ പതുക്കെ പതുക്കെ പുറകോട്ട് പോകാൻ ദാവീദ് ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശൗൽ മാറ്റപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥിതിയായിരിക്കെ ശൗലിനോട് പറയുന്ന പ്രത്യേക വാക്കുകൾ ശ്രദ്ധിക്കണമേ. ശൗലിനെ കുറിച്ച് ഇനി നീ എന്നോട് സംസാരിക്കരുത്, ശൗലിനു വേണ്ടി എന്നോട് പ്രാർത്ഥിക്കരുത്. ഞാൻ അവനെ നീക്കിയിരിക്കുകയാണ്. ഞാൻ അവനെ നീക്കി എനിക്ക് ബോധിച്ചവനെ ഞാൻ ഇസ്രായേലിനെ രാജാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇശായുടെ മക്കളിൽ ഒരുവനായ ദാവീദിനെ ഞാൻ രാജാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവം ശൗലിനെ രാജസന്നിധിയിൽ നിന്ന് നീക്കിയെങ്കിലും ദാവീദ് രാജാവായി വരാൻ വേണ്ടി എടുക്കുന്ന കാലതാമസമാണ് ശൗലിനെ വീണ്ടും രാജസന്നിധിയിൽ തുടരാൻ നിർബന്ധിക്കപ്പെട്ടത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ ഉണരാത്തത് കൊണ്ടാണ്, നമ്മൾ എഴുന്നേൽക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടുന്നതിനനുസരിച്ച് ദൈവം ചില തടസ്സങ്ങളെ നീക്കി ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ കരത്തിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്? ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും തകർന്ന സാഹചര്യത്തിലും ഏറ്റവും വീണ് കിടക്കുന്ന സാഹചര്യത്തിലും ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. ശിംശോന്റെ ജീവിതാനുഭവം നമുക്കറിയാം. ശിംശോന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് തന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കപ്പെട്ട് കുരുടനായി ഫെലിസ്ത്യരാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ ശിംശോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എനിക്ക് ഒരു തവണ കൂടി ഒരവസരം തരണം. എന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഒന്ന് മടക്കി തരണം. എന്റെ മേൽ അവിടുത്തെ ആത്മശക്തി, അധികാരം, ബലം ഒരിക്കൽ കൂടി മടക്കി തരണം. അങ്ങനെ ശിംശോൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ മേൽ വെളിപ്പെട്ട ശക്തി ഉപയോഗിച്ച് ആ ക്ഷേത്രത്തിന്റെ മതിലുകളെ ഇടിച്ച്, തൂണുകളെ ഇടിച്ചു തകർത്ത്, ആ ക്ഷേത്രത്തെ ഇടിച്ചു തകർത്ത് അനേക ഫെലിസ്ത്യരെ
ശിംശോൻ കൊന്നുകളഞ്ഞു. തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ ജീവകാലത്തിൽ കൊന്നവനേക്കാൾ അധികമായി ആ ഒരൊറ്റ നിമിഷത്തിൽ, അവസാന നിമിഷത്തിൽ ശിംശോൻ ശത്രുക്കളുടെ മേൽ ന്യായവിധി നടത്തി. അപ്പൊ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ പോലും ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. സ്തോത്രം. നാം ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവം ചിലത് ചെയ്യാതെ മാറിപ്പോവുകയാണ്. വാഗ്ദത്തങ്ങൾ നമ്മുടെ തൊട്ടു മുമ്പിൽ കിടക്കെ നമ്മൾ വാഗ്ദത്തങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും മാറി സഞ്ചരിക്കുന്നു. ഇന്ന് രാത്രി തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മുമ്പിൽ കിടക്കെ തന്നെ കൈയെത്തും ദൂരത്ത് സ്തോത്രം കൈ നീട്ടി പിടിച്ചാൽ വാഗ്ദത്തങ്ങൾ കൈക്കലാക്കാം എന്നുള്ള സാഹചര്യത്തിൽ തന്നെ നമ്മൾ വാഗ്ദത്തങ്ങളിൽ നിന്നും ഒരുപാട് മാറി സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഈ യെരിഹോ കോട്ട തകർക്കപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. ഈ യോശുവ വന്ന് യെരിഹോ കോട്ടയ്ക്ക് അരികെ വന്ന് തലകുനിച്ച് ഇരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. തലകുനിച്ചിരിക്കുക. വലിയ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടാണ് യോശുവ വന്നത്. നമുക്കറിയാലോ, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ദൈവം യോശുവയോട് സംസാരിച്ചു. നിന്റെ ജീവകാലത്ത് ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ലെന്ന് യോശുവയോട് ദൈവം സംസാരിച്ചു. അങ്ങനെ യോശുവ ദൈവിക വാഗ്ദത്തങ്ങളുടെ നടുവിൽ അരികെ വന്ന് യെരിഹോ കോട്ടയ്ക്ക് അരികെ വന്ന് തലകുനിച്ചിരിക്കുന്ന സന്ദർഭമുണ്ട്. ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ വീണ്ടും വന്നിട്ട് യോശുവയെ തട്ടി ഉണർത്തുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് സ്തോത്രം എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, യോശുവേ, ഈ യെരിഹോ കോട്ടയ്ക്ക് അകത്തുള്ള ജനത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുള്ള വീരന്മാരെ ഞാൻ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ തട്ടി ഉണർത്തി ദൈവം യോശുവയെ മുന്നോട്ട് നയിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന് രാത്രി ദൈവത്തിന് വീണ്ടും നമ്മളോട് പറയാനുള്ളത്, ചില വാഗ്ദത്തങ്ങൾ നൽകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഉടമ്പടികൾ നൽകിത്തരാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇത് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ നമുക്ക് കഴിയത്തില്ല കേട്ടോ. ദാവീദ് പലതവണ ഈ രാജാവായിരിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്തോത്രം. ജീവിതത്തിൽ പലതവണ ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്നും മാറി 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 സഞ്ചരിച്ചിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ദാവീദിനെ സംബന്ധിച്ച് മറ്റൊരു ലൈഫില്ല, മറ്റൊരു വഴിയില്ല. ദൈവം ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവിക പദ്ധതി ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചേ മതിയാകത്തുള്ളൂ. അല്ലാതെ ഒരു പോംവഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നമ്മൾ എത്രമാത്രം ഇത് വിട്ടു മാറി സഞ്ചരിക്കാൻ ശ്രമിച്ചാലും ഈ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ, ആ ദൈവിക ഉടമ്പടികളെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ വാഗ്ദത്തങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു ഇടപെടലുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് 40-ാം സങ്കീർത്തനം 1-ാം വാക്യമായിരുന്നു. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. സ്തോത്രം. അപ്പൊ ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ അരികിലേക്ക് അവൻ ചാഞ്ഞു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ചാഞ്ഞു വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നു? ദൈവം നമുക്ക് വേണ്ടി ചാഞ്ഞു വരുന്ന കർത്താവാണ്. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, നമ്മളിലേക്ക് ചാഞ്ഞു വരുന്ന കർത്താവ്, നമ്മുടെ അടുക്കലേക്ക് വരുന്ന കർത്താവ്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനു വേണ്ടി അവസാന നിമിഷത്തിലും കാത്തിരിക്കുന്ന ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിതത്തിലെ സമയങ്ങൾ ഒത്തിരി അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ദൈവിക ഉടമ്പടി വാഗ്ദത്തം കേട്ടിട്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോയി എന്റെ ജീവിതം തകർന്നു പോയല്ലോ എന്നുള്ളിൽ ചിന്തിക്കുന്നവരുണ്ടാവാം. എത്ര തകർച്ചയുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ച് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി അവൻ ചാഞ്ഞ് ഇറങ്ങി വരുന്ന കർത്താവാണ്.
അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. 18-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. അതിന്റെ 10-ാം വാക്യത്തിൽ 8 മുതലുള്ള വാക്യത്തിൽ അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു, തീക്കനൽ അവനിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. 18-ന്റെ 9-ാം വാക്യം, സങ്കീർത്തനം 18-ന്റെ 9-ാം വാക്യത്തിൽ അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ അവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അപ്പൊ ദൈവം ആകാശം ചായ്ച്ചിറങ്ങുന്ന കർത്താവാണ്. ഇംഗ്ലീഷിൽ നമ്മളോട് വായിക്കുന്നത് അവൻ സ്വർഗം ചായ്ച്ചിറങ്ങി എന്നാണ്. അവൻ ഹെവൻ ചായ്ച്ചിറങ്ങി, സ്വർഗം ചായ്ച്ചിറങ്ങി. അപ്പൊ സ്വർഗം ചായ്ച്ചുകൊണ്ട് ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവാണ്. സ്വർഗത്തിൽ അവൻ സിംഹാസനസ്ഥനായിരിക്കുമ്പോൾ പോലും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗം ചായ്ച്ചിറങ്ങുന്ന ദൈവം. ഈ 18-ാം സങ്കീർത്തനവും ദാവീദാണ് എഴുതിയത് എന്ന് നമുക്കറിയാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ അവനെ സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടിവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് വേണ്ടി പാടി. അപ്പൊ ദാവീദ് എപ്പോഴാണ് ഇത് പാടിയത്? സകല ശത്രുവിന്റെ കയ്യിൽ നിന്നും വിടിവിക്കപ്പെട്ടതിന് ശേഷം, ശൗലിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കപ്പെട്ടതിന് ശേഷം ദാവീദ് പാടുകയാണ്: എനിക്ക് വേണ്ടി അവൻ സ്വർഗം ചായ്ച്ചിറങ്ങി വന്നു. സ്വർഗം ചായ്ച്ചിറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 9-ാം വാക്യം, അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ അവന്റെ കാൽ കീഴിലുണ്ടായിരുന്നു. അപ്പൊ ദൈവം സ്വർഗം ചായ്ച്ചാൽ എന്ത് സംഭവിക്കും? അവൻ കൂരിരുളിനെ തന്റെ കാൽ കീഴാക്കിക്കൊണ്ട് നമ്മെ വിടിവിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർ ഈ വചനം മനസ്സിലാക്കുന്നു? ദൈവം എങ്കിലേക്ക് ചാഞ്ഞാൽ, ദൈവം നിന്നിലേക്ക് ചാഞ്ഞാൽ, ദൈവം സ്വർഗം ചായ്ച്ചുകൊണ്ട് ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഇറങ്ങി വന്നാൽ, നിനക്കെതിരെ നിൽക്കുന്ന കൂരിരുളിനെ അവൻ കാൽ കീഴിലാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ ഞെരുക്കുന്ന, നമ്മെ വേദനപ്പെടുത്തുന്ന, നമ്മെ മുന്നോട്ട് വിടാതെ വണ്ണം വ്യാപരിക്കുന്ന വെല്ലുവിളികൾ, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് ആമേൻ എത്തിക്കാതെ വണ്ണം വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളെ ദൈവം കാൽ കീഴാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം ആകാശം ചായ്ച്ചിറങ്ങി വന്നപ്പോൾ, ദാവീദിന് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ തന്റെ സകല ശത്രുക്കളും കീഴടങ്ങാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഒന്ന്, വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. വാഗ്ദത്തങ്ങളെ നമ്മൾ ലക്ഷ്യം വെക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറണം. ദാവീദിനെ രാജാവായിട്ടാണ് വിളിച്ചേക്കണേ. ഇതിന്റെ താഴെ കടയിലുള്ള ഏതെങ്കിലും ഒരു ദൗത്യം വേണമെങ്കിൽ ശൗലിനോട് കോംപ്രമൈസ് ചെയ്ത് ഒരു പ്രൈം മിനിസ്റ്റർ ആകാം കേട്ടോ. ഈ ദാവീദും ശൗലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. അമ്മായിപ്പനും മരുമോനും തമ്മിലുള്ള ബന്ധം. സ്തോത്രം. വേണമെങ്കിൽ കോംപ്രമൈസിന് നമുക്ക് ശ്രമിക്കാം. ഒരു ദേശാധിപതിയൊക്കെ ആയിട്ട് ദാവീദിന് വേണമെങ്കിൽ മാറി സഞ്ചരിക്കാം. പക്ഷെ ദൈവം ഒരു കാരണവശാലും അത് അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ശൗല് തനിക്കെതിരായി തീർന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കാമോ? ഏതെങ്കിലും വിധത്തിൽ ചില വ്യക്തികൾ നമുക്കെതിരായി തീരുമ്പോൾ ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഈ രാത്രി നമ്മൾ തിരിച്ചറിയണം. ശൗല് ഏതെങ്കിലും വിധത്തിൽ ദാവീദിനോടൊരു കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ, തന്റെ മരുമോനാണെന്നുള്ള ചിന്തയിൽ ആമേൻ ശൗൽ ഏതെങ്കിലും വിധത്തിൽ ദാവീദിനെ സ്നേഹിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ദാവീദ് സിംഹാസനത്തിലേക്ക് വരത്തില്ല. പകരം വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്ത്, ഒരുപക്ഷെ ഒരു സൈന്യാധിപനായിട്ടോ സഹസ്രാധിപനായിട്ടോ ഏതെങ്കിലും വിധത്തിൽ ദാവീദ് മുന്നോട്ട് പോകും. ദാവീദ് നോക്കുമ്പോൾ അതുപോലും തനിക്ക് അസാധാരണമായ കാര്യമാണ്, ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഒരു സൈന്യാധിപനായി മാറുന്നതോ, ഒരു മന്ത്രിയായി മാറുന്നതോ, ഒരു രാജകീയ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനായി മാറുന്നതൊക്കെ ദാവീദിനെ സംബന്ധിച്ച് ഇത് വല്ലാത്ത അനുഗ്രഹത്തിന്റെ ഒരു സമയമാണ്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം ദാവീദിനെ അങ്ങനെ ഏതെങ്കിലും ഒരു കുറഞ്ഞ ലെവലിൽ നിർത്തുക എന്നുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ചെറിയ നിലവാരത്തിൽ നിർത്തുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ഉടമ്പടി ദാവീദിനെ സിംഹാസനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ശൗൽ ദാവീദിനെതിരെ അത്രമാത്രം തന്റെ ശത്രുവിനെ പോലെ പിന്തുടരാൻ ദൈവം അനുവദിച്ചത്. ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവർ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്, ചില വെല്ലുവിളികൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്, ചില തടസ്സങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് നിങ്ങളെ ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. നിങ്ങൾ എങ്ങനെയും സാധാരണക്കാരനായി ജീവിച്ചേക്കാമെന്ന് കരുതി, ഒരു സാധാരണ ജോലി ചെയ്ത്, ഒരു സാധാരണ തൊഴിൽ ചെയ്ത്, ഒരു സാധാരണക്കാരനായി, ഒരു സാധാരണ വ്യക്തിയായി ജീവിച്ചേക്കാമെന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ ഭവനത്തെക്കുറിച്ച്, തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്തങ്ങളിലേക്ക് നമ്മെ കൈപിടിക്കാൻ വേണ്ടി ദൈവം ചിലരെ നമുക്കെതിരായി നിർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അമ്മായപ്പനോട് ഈ ദാവീദ് കോംപ്രമൈസ് ചെയ്യരുത് എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ സകല ശത്രുക്കളെയും കീഴടക്കാൻ വേണ്ടി ദൈവം സ്വർഗം ചായ്ച്ചിറങ്ങി വന്നു. സ്വർഗം ചായ്ച്ചിറങ്ങി വന്നപ്പോൾ കൂരിരുൾ അവന്റെ കാൽ കീഴിലേക്കാക്കി മാറ്റി. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട് ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ വിശ്വസ്തനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ വിശ്വസ്തനാണ്. ദൈവം നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരാൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി സ്വർഗം ചായ്ച്ചുകൊണ്ട് നിന്റെ അടുക്കലേക്ക്, നിന്നിലേക്ക് ചെവി ചായ്ച്ചിറങ്ങി വരുന്ന കർത്താവ്, അവൻ നിന്നിലേക്ക് ചാഞ്ഞ് നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന കർത്താവ്, നിന്റെ ഭാവിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന കർത്താവ്, തലമുറകൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന കർത്താവ്. സ്തോത്രം. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഒന്ന് ഒരിക്കൽ കൂടി മുറുകെ പിടിക്കാമോ? ദൈവത്തിനു വേണ്ടി കാത്തിരിക്കാമോ? വളരെ ക്ഷമയോടെ കാത്തിരിക്കാമോ? അബ്രഹാം 25 വർഷം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി കർത്താവ് എഴുന്നേൽക്കുവാൻ ഈ രാത്രി തയ്യാറാണ്. ദൈവം എഴുന്നേറ്റ് പ്രവർത്തിപ്പാൻ തയ്യാറാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ദൈവം എഴുന്നേൽക്കുന്നു, അവന് ശത്രുക്കൾ ചിതറിപ്പോകുന്നു. തീങ്കൽ മെഴുകുതികുന്നത് പോലെ ദുഷ്ടൻ ദൈവസന്നിധി നശിച്ചു പോകുന്നു. ഈ രാത്രി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം ഈ രാത്രി എഴുന്നേൽക്കാൻ തയ്യാറാണ്. ശത്രുവിനെ നിന്റെ കാൽ കീഴാക്കുന്ന ഒരു ദൈവപ്രവൃത്തി, ശത്രുവിനെ തന്റെ കാൽ കീഴാക്കുന്ന ദൈവപ്രവൃത്തി, കാൽ കീഴിൽ ആക്കിക്കൊണ്ട്, കൂരിരുളിനെ കാൽ കീഴാക്കിക്കൊണ്ട് സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന കർത്താവ്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവം ചാഞ്ഞ് നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞു ചേറ്റുന്ന അവനെ കയറ്റി, അവന്റെ കാലുകളെ പാറമേൽ നിർത്തി, അവന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദൈവം ദാവീദിന്റെ വായിൽ ഒരു പുതിയ പാട്ട് നൽകി. ഇന്ന് രാത്രി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന കർത്താവ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ ഹൃദയങ്ങൾ പകർന്നു കൊടുക്കാമോ? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവവൈതലിന് വേണ്ടി ഈ രാത്രി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങളെക്കാൾ താഴെ തട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയേക്കാമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നീ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നീ കയറി വന്നേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ സിംഹാസനം, ദൈവം നിനക്ക് വേണ്ടി രാജീയ സിംഹാസനം ഒരുക്കുമ്പോൾ അതിലേക്ക് നീ കയറി വന്നേ പറ്റത്തുള്ളൂ. ദൈവം വ്യക്തിപരമായി നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക്, നിന്റെ കുടുംബത്തെ കുറിച്ച്, തലമുറകളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് ഈ രാത്രി എഴുന്നേൽക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ എഴുന്നേൽക്കാൻ തയ്യാറാകുമ്പോൾ ദൈവകരം നമുക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോകുകയാണ്. ദാവീദ് അങ്ങനെ ഒടുവിൽ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം ചായ്ച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്ന് കൂരിരുളിനെ തന്റെ കാൽ കീഴാക്കിക്കൊണ്ട്, പൈശാചിക ശക്തികളെ കീഴടക്കിക്കൊണ്ട് ദൈവം ദാവീദിന് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവം, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവ പൈതലെ, വാഗ്ദത്തങ്ങളിലേക്ക് ചലിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി, വാഗ്ദത്തങ്ങളെ കൈയെത്തിപ്പിടിക്കുന്ന ആ തലത്തിലേക്ക് എഴുന്നേൽക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഈ രാത്രി ദൈവം എഴുന്നേൽക്കാൻ പോകുകയാ. നീ ലക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും
ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല, ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തെ കാത്തിരുന്നത് കൊണ്ട്, ദൈവത്തിന് വേണ്ടി ആമേൻ വെയിറ്റ് ചെയ്തത് കൊണ്ട്, ആമേൻ ദൈവം ഒരു പൈതലിനെയും ലജ്ജിപ്പിക്കാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മുഖം ദൈവം പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. യഹോവയെങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തെ അവൻ പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രി വലിയൊരു വിടുതൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു നിമിഷം കൂടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അവിടുത്തെ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. ദൈവിക അത്ഭുതങ്ങളിലേക്ക്, ദൈവിക ഉടമ്പടിയിലേക്ക് ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ വീണുപോയ മണ്ഡലത്തിൽ നിന്ന്, തളർന്നുപോയ മണ്ഡലത്തിൽ നിന്ന് ഈ രാത്രി ഞങ്ങളെ ശക്തീകരിക്കണമേ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്